മന്ത്രകോടി. രചന അവതരണം മിത്രവിന്ദ. ചേച്ചി, നമുക്കെങ്കിൽ പോയാലോ? വൈകിട്ട് മൈലാഞ്ചിക്ക് വരേണ്ടതല്ലേ? നേരം വൈകിയാൽ അമ്മ വഴക്ക് പറയും. ഇടയ്ക്ക് ദേവു വന്ന് ലച്ചുവിനോട് പറഞ്ഞു. പോയേക്കാൻ ദേവു, നമുക്ക് നീലിമയോടൊന്ന് പറയാം. ആ ശരി ചേച്ചി. ഡി, അശോകേട്ടൻ ഇപ്പോൾ എത്തും, ടൗണിലെത്തിയെന്ന് പറഞ്ഞു. ഏട്ടൻ കൂടി വരട്ടെ, അത് കഴിഞ്ഞ് പോകാം. അശോക് വരുന്നു എന്ന് കേട്ടപ്പോൾ ലച്ചുവിൻ്റെ കണ്ണുകൾ തിളങ്ങിയത് ആരും ശ്രദ്ധിച്ചില്ല. നീലിമ വീണ്ടും നിർബന്ധം പിടിച്ചു. ഒടുവിൽ രണ്ടുപേരും സമ്മതിച്ചു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അശോകേട്ടൻ വന്നു എന്ന് പറഞ്ഞ് ദേവു നീലിമയുടെയും ലച്ചുവിൻ്റെയും അടുത്തേക്ക് വന്നു. അനുജത്തിയുടെ പിന്നാലെ അശോക് അങ്ങോട്ട് കയറി വന്നു. അശോകേട്ടനാണ് ചുള്ളനായല്ലോ, ബാംഗ്ലൂർ ജീവിതമൊക്കെ അടിച്ചു പൊളിക്കുമല്ലേ? ദേവു അവനെ നോക്കി പറഞ്ഞപ്പോൾ അവൻ അവളുടെ ചെവിക്ക് പിടിച്ചു. എടി കാന്താരി, നിനക്കിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അവൾ അവൻ്റെ കൈയെടുത്ത് മാറ്റിയിട്ട് ഓടിക്കളഞ്ഞു. ലച്ചു, നിന്റെ എക്സാമൊക്കെ കഴിഞ്ഞു അല്ലേ? അയാൾ ശ്രീലക്ഷ്മിയുടെ അടുത്തേക്ക് വന്നു. കഴിഞ്ഞു അശോകേട്ടാ, ഇന്നലെ കൊണ്ട് ക്ലാസ് കഴിഞ്ഞു. ഞാൻ വൈകിട്ട് എത്തിയതാ. നീലിമ ഏട്ടൻ്റെ അടുത്ത് പറ്റിച്ചേർന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ കേട്ടുകൊണ്ട് ലച്ചുവും. ഇടയ്ക്കൊക്കെ അശോകിൻ്റെയും ലച്ചുവിൻ്റെയും കണ്ണുകൾ തമ്മിൽ കോർക്കും. പറഞ്ഞറിയിക്കാനാവാത്ത ഒരു വികാരം വന്ന് തങ്ങളെ തലോടുന്നതായി അവർക്ക് രണ്ടാൾക്കും അപ്പോൾ തോന്നി. ലച്ചു ചേച്ചി, നമ്മുടെ ചുരിദാർ വാങ്ങിയില്ലല്ലോ. സമയം പോയിട്ടോ, നാളെ ഇടേണ്ടതാണ്. ദേവു എന്തോ ഓർത്തതുപോലെ പെട്ടെന്ന് അവളോട് പറഞ്ഞു. അത് ശരിയാണല്ലോ, എന്നാൽ ഞാൻ പോയി മേടിക്കാം. ഓൾട്രേഷൻ ഉണ്ടെങ്കിൽ ചെയ്തിട്ട് വരാം. ലച്ചു വേഗം തന്നെ പോകാൻ തയ്യാറായി. ഞാൻ ഓഡിറ്റോറിയത്തിൽ പോകുന്നുണ്ട് ലച്ചു, നിന്നെ അവിടെ ഇറക്കാം, അശോക് പറഞ്ഞു. പറഞ്ഞ പോലെ അത് ശരിയാണല്ലോ. എങ്കിൽ നീ ഏട്ടൻ്റെ ഒപ്പം പൊയ്ക്കോ ലച്ചു, അപ്പോൾ പെട്ടെന്ന് വരികയും ചെയ്യാം. നീലിമയും ആ നിർദ്ദേശം ശരിവെച്ചു. എടി ലച്ചു, ഒരു 10 മിനിറ്റ് ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. അശോകേട്ടാ, ലേറ്റ് ആവുമോ? ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. അത് കേട്ടതും അവൻ അവളെ നോക്കി ഒന്ന് കണ്ണുരുട്ടി. ഞാൻ പെട്ടെന്ന് വരാൻ ലച്ചു, നീ അവിടെ നടന്നു ചെല്ലുന്ന സമയമാവില്ലല്ലോ എൻ്റെ ഒപ്പം പോന്നാൽ. അശോക് അകത്തേക്ക് പോയി. ഓരോ അതിഥികളായി എത്തിച്ചേർന്നുകൊണ്ടിരുന്നു. സരസ്വതി ഇടയ്ക്കെല്ലാം ലച്ചുവിനോടും ദേവുവിനോടും സംസാരിക്കുന്നുണ്ട്. ലച്ചു, നീ ചെല്ലുന്നുണ്ടോ? അശോകേട്ടൻ പോകാൻ ഇറങ്ങുന്നു. നീലിമ ഇടയ്ക്ക് ലച്ചുവിനോട് പറഞ്ഞു. ചേച്ചി, ഞാൻ വരണോ? ദേവു ചോദിച്ചപ്പോൾ വേണ്ടടി, ഞാൻ പെട്ടെന്ന് വരാം, നീ ഇവിടെ നീലിമയുടെ അടുത്ത് നിൽക്ക് എന്നും പറഞ്ഞവൾ എഴുന്നേറ്റു. അശോക് കാർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ലച്ചു ചെന്ന് മുൻപിൽ കയറാൻ തുടങ്ങിയതും നന്ദൻ അങ്ങോട്ട് ഇറങ്ങി വന്നു. അശോക്, നീ ഓഡിറ്റോറിയത്തിലേക്കാണോ? ഞാനും വരുന്നുണ്ട്. അവൻ വന്നു പറഞ്ഞപ്പോൾ അശോക് പിറയിൽ കയറാൻ ലച്ചുവിനോട് കണ്ണു കാണിച്ചു. ഞാൻ അച്ഛനോടുകൂടി ഒന്ന് പറഞ്ഞിട്ട് വരാം, നീ വണ്ടിയെടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദൻ അകത്തേക്ക് പോയി. ലച്ചു മുഖം വീർപ്പിച്ചുകൊണ്ട് പിൻസീറ്റിൽ നിലയുറപ്പിച്ചു. എന്താ പെണ്ണെ, മുഖമൊക്കെ വീർത്തല്ലോ. കാര്യം മനസ്സിലായി. എന്നാൽ പോലും അശോകാണെങ്കിൽ ലച്ചുവിനെ നോക്കി ചോദിച്ചു. പോ, എന്നോട് മിണ്ടാൻ വരണ്ട. എന്താണ് എൻ്റെ ലച്ചുക്കുട്ടിക്ക് പറ്റിയേ? എത്ര നാൾ കൂടി കണ്ടതാ, എന്നിട്ട് ഓരോ കട്ടുറുമ്പ് വന്നോളും നാശം പിടിക്കാൻ. നന്ദം പാവം അടി പെണ്ണേ, അവനും ഇവിടെ ഒറ്റയ്ക്കിരുന്ന് ആകെ ബോറടിച്ച് കാണും. ഒരു പാവം വന്നിരിക്കുന്നു. ദേ അശോകേട്ടാ, ഇവൻ്റെ നോട്ടം ശരിയല്ല കേട്ടോ. ഒരുമാതിരി ഒലിപ്പിച്ചുകൊണ്ടുള്ള നിൽപ്പ് കാണുമ്പോൾ ഒറ്റ തൊഴി കൊടുക്കാൻ തോന്നും. പറഞ്ഞില്ലെന്നു വേണ്ട, എൻ്റെ കൈ തരിച്ചു വന്നതാ. അവൾ അശോകനെ പിന്നിൽ നിന്ന് തോണ്ടി. എടി, ആരെങ്കിലും കാണും കേട്ടോ, അവൻ അവളോട് പതിയെ പറഞ്ഞു. കണ്ടാലെന്താ, എനിക്കാരും പേടിയില്ല. ദേ ഇപ്പോൾ നിങ്ങൾക്കൊരു ഉമ്മ തരുന്ന കാണണോ? അവൾ വീണ്ടും ഒച്ചയെടുത്തു. ഡി പെണ്ണെ, നീ ഇങ്ങനെ വയലൻ്റ് ആവല്ലേ പ്ലീസ്. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അതുകൂടി അശോകേട്ടൻ ഒന്ന് പറഞ്ഞതാ. നീ വെയിറ്റ് ചെയ്യ്, നമുക്ക് ഈ തിരക്കൊക്കെ കഴിഞ്ഞ ശേഷം ഒന്ന് കറങ്ങാൻ പോകാം. എത്ര നാളുകൂടി കണ്ടതാ, എന്നിട്ടിപ്പോൾ അവൻ്റെ ഒരു വരവ്. പൊട്ട ഡോക്ടർ വായി നോക്കി. ലച്ചു പല്ല് ഞെരിച്ചു. എടി, അവനൊരു പാവമാണെന്ന് നീ ഇങ്ങനൊക്കെ പറയാതെ. അയ്യടാ, ഒരു പാവം വന്നിക്കുന്നു, പൊയ്ക്കണം മിണ്ടാതെ. തിരിച്ചിറങ്ങുമ്പോൾ ഞാൻ വിളിക്കാം, നീ വെയിറ്റ് ചെയ്താൽ മതി. അവൻ അവളെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും നന്ദൻ ഇറങ്ങി വന്നു. അശോകേട്ടാ, എന്നെ അമ്പലത്തിൻ്റെ സൈഡിൽ ഇറക്കിയാൽ മതി, ഞാൻ നടന്നു പോയിക്കോളാം, ലച്ചു അശോകിനോടായി പറഞ്ഞു. ശരി ശരി. പോകുമ്പോഴേക്കും നന്ദനും അശോകും തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ലച്ചു അതൊന്നും ശ്രദ്ധിച്ചില്ല. കണ്ണാടിയിൽ കൂടി ഇടയ്ക്കെല്ലാം നന്ദൻ അവളെ ശ്രദ്ധിക്കുന്നത് അശോക് കണ്ടില്ലെന്നടിച്ചു. ഇവിടെ നിർത്തിയാൽ മതിയോ ലച്ചു? അശോക് വണ്ടി ഒതുക്കി. മതിയേട്ടാ, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി നടന്നു പൊക്കോളാം. അവൾ ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി.
തിരിച്ചിയാൾ എങ്ങനെ പോകും? നന്ദൻ ലച്ചുവിനോട് ചോദിച്ചെങ്കിലും അവൾ പ്രതികരിച്ചില്ല. നീ ഇവിടെ നിന്നാ മതി, വല്ല ഓട്ടോയ്ക്കും തിരിച്ചു പോകാം, അശോക് പറഞ്ഞു. അവൾ തലകുലുക്കിക്കൊണ്ട് നടന്നുപോയി. നല്ല കുട്ടിയാണല്ലേ, എനിക്കൊരുപാട് ഇഷ്ടമായി, നന്ദൻ ചെറുതായി മന്ദഹസിച്ചുകൊണ്ട് അശോകനോട് പറഞ്ഞു. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് വണ്ടി മുന്നോട്ടെടുത്തു. ഈശ്വര, പണി പാളല്ലേ എന്ന് മനസ്സിൽ ഉരുവിട്ടുകൊണ്ട്. നിനക്ക് ഈ ഫാമിലിയെ എത്ര കാലമായി പരിചയമുണ്ട്? അച്ഛനും അങ്കളും ഒക്കെ പണ്ടേ സുഹൃത്തുക്കളാണ്. ലച്ചുവിന് 1 വയസ്സുള്ളപ്പോഴാണ് അവർ ഈ നാട്ടിൽ വന്നത്. ആദ്യം നമ്മുടെ വീടിൻ്റെ അടുത്താണ് അവരും വാടകയ്ക്ക് താമസിച്ചത്. പിന്നീട് 6-7 വർഷങ്ങൾ കഴിഞ്ഞാണ് പുതിയ വീടൊക്കെ വെച്ച് മാറിപ്പോയത്. ഫാമിലി എങ്ങനെയുണ്ട്? കുഴപ്പമില്ലടാ. അങ്കിളും ആൻറ്റിയും പിന്നെ ഒരു മുത്തശ്ശിയുമുണ്ട്. ഈ 2 പെൺകുട്ടികളാണ് അവർക്ക്. ലച്ചു MBA കഴിഞ്ഞു. ഓക്കെ. നന്ദൻ്റെ മനസ്സിൽ ഇനി എന്താണാവോ? അതോ ചുമ്മാ അവരെപ്പറ്റി തിരക്കുന്നതാണോ? ഓർത്തിട്ടൊരെത്തും പിടിയും കിട്ടാതെ അശോക് വണ്ടി ഓടിച്ചു പോയി. ഓഡിറ്റോറിയത്തിൽ ചെന്ന് കാര്യങ്ങളെല്ലാം നോക്കി വിലയിരുത്തിയ അശോക്. എല്ലാം തകൃതിയായി നടക്കുന്നു. മണ്ഡപം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. കലവറയിൽ അത്യാവശ്യം തിരക്കൊക്കെ ആയിക്കഴിഞ്ഞു. ആ അശോക്, നീ എപ്പോൾ എത്തി? രവിയങ്കിൾ വന്നിട്ട് അവൻ്റെ കൈക്ക് പിടിച്ചു. ദേ ഇപ്പോൾ എത്തിയതേ ഉള്ളൂ. ലീവ് കിട്ടാൻ വലിയ പാടാ അങ്കിൾ. അതൊക്കെ അങ്ങനെയാണ് മോനെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം അങ്കിൾ. അങ്കിളിന് സുഖമല്ലേ? ആ, കുഴപ്പമില്ല, ഇങ്ങനെ പോന്നു. അവർ തമ്മിൽ കുശലം പറഞ്ഞ് നിൽക്കുകയാണ്. നീ ഇപ്പോൾ ടൗണിലേക്ക് എങ്ങാനും പോകുന്നുണ്ടോ? എനിക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു, അയാൾ അശോകിനോട് ചോദിച്ചു. ഞാൻ പോകുന്നില്ല അങ്കിൾ. നന്ദനുമായിട്ട് എൻ്റെ കാറിൽ പോയിക്കോളൂ, അവൻ വരും കൂടെ, അശോക് പറഞ്ഞപ്പോൾ അയാൾക്കും സന്തോഷമായി. നന്ദൻ, നീ എന്നാൽ രവിയങ്കിളുമായിട്ട് ഒന്ന് ടൗണിൽ പോയി വരൂ. ഞാൻ ആകെ ടയേർഡായി, ട്രാവൽ ചെയ്ത് മടുത്തു. അതിനെന്താടാ, ഞാൻ പോകാലോ, അശോക് പറഞ്ഞപ്പോൾ നന്ദൻ പോകാൻ റെഡിയായി. അങ്ങനെ അവർ 2 പേരും കൂടി പോയി. പെട്ടെന്നാണ് അശോകിൻ്റെ ഫോൺ ചലിച്ചത്. നോക്കിയപ്പോൾ ലച്ചുവാണ്. അശോകേട്ടാ, അയാളുണ്ടെങ്കിൽ ഞാൻ കൂടെ വരില്ല കേട്ടോ, എനിക്ക് ഒറ്റയ്ക്ക് പോകുന്ന താല്പര്യം, മറു തലയ്ക്കിൽ നിന്നും ലച്ചു പറയുന്നത് അവൻ കേട്ടു. നീ ഇറങ്ങിയോടി, അവൻ ചോദിച്ചു. ഞാനിവിടെ നിന്ന് ഇറങ്ങുമോ? നന്ദൻ നിന്നെ കൂട്ടാൻ അങ്ങോട്ട് പോന്നിട്ടുണ്ട്, നീ അവിടെ വെയിറ്റ് ചെയ്താൽ മതി, അതും പറഞ്ഞുകൊണ്ട് അവളുടെ മറുപടി കാക്കാതെ അവൻ ഫോൺ കട്ട് ചെയ്തു. അവൾ തിരിച്ചു വിളിച്ചിട്ട് അവനോട്ട് ഫോൺ എടുക്കാനും കൂട്ടാക്കിയില്ല. ലച്ചുവിനാണെങ്കിൽ ആകെ സങ്കടം വന്നു, കണ്ണൊക്കെ നിറഞ്ഞു. ഏതെങ്കിലും ഓട്ടോ കിട്ടുമോ എന്നറിയാനായി ലച്ചു വഴിയോരത്ത് കാത്തു നിന്നു. അശോകിനെ കയ്യിൽ കിട്ടിയാൽ തല്ലിക്കൊല്ലാനുള്ള ദേഷ്യം അവൾക്കപ്പോൾ മനസ്സിലുണ്ട്. ഒരു ബൈക്ക് അകലിൽ നിന്നും വരുന്നുണ്ട്. അയാൾ ലച്ചുവിൻ്റെ അടുത്ത് വന്ന് വണ്ടി ചവിട്ടി. ലച്ചു നോക്കിയപ്പോൾ അശോക്. വേഗം കയറ് പെണ്ണേ, നിതിൻ്റെ ബൈക്കാണ്, കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ലച്ചു അവനിട്ട് ഒരു ഇടി വെച്ച് കൊടുത്തുകൊണ്ട് ബൈക്കിൻ്റെ പിന്നിൽ കയറി. നീ ഏട്ടനെ നല്ലോണം ഒന്ന് കെട്ടിപ്പിടിച്ചിരുന്നേ, നിനക്ക് എന്തോരം സ്നേഹമുണ്ടെന്ന് ഞാൻ നോക്കട്ടെ. അയ്യടാ, ഒരു പൂതി കണ്ടില്ലേ, മര്യാദയ്ക്ക് ഇരുന്നോണം. അതെന്താ, വേറെ ആരോടും അല്ലല്ലോ, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിനോടല്ലേ. ആ, അതൊക്കെ കെട്ട് കഴിഞ്ഞു മതി, ഇപ്പം തൽക്കാലം ഇങ്ങനെ ഇരുന്നാൽ മതി. അവൾ അശോകിൻ്റെ വയറിൽ ചെറുതായി ഒന്ന് നുള്ളി. എത്ര നാളുകൂടി കണ്ടതാ, എന്നിട്ടൊന്നും മിണ്ടാൻ പോലും പറ്റണില്ല. ലച്ചു അവനോട് ചേർന്നുകൊണ്ട് പറഞ്ഞു. നീ നാളെ ചുരിദാർ ഇടണ്ട, ധാവണി ഉടുത്താൽ മതി. ധാവണിയോ? അയ്യോ, അതെങ്ങനെ ശരിയാകും ഏട്ടാ, ഈ ചുരിദാർ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചില്ലേ. അതൊന്നും സാരമില്ല, നീ നാളെ ധാവണി ഇട്ട് വന്നാൽ മതി. ശോ, അപ്പോൾ ദേവുവോ, അവൾക്ക് സങ്കടാവോ? അവളോടും പറ ധാവണി ഉടുക്കാൻ. അവൾ ഉടുക്കുമാവോ? ആകെ ഉള്ളതൊരു പഴയതാണ്, അത് മതി പെണ്ണേ, നീ ഇന്ന് പോയി അതൊന്ന് എടുത്തു നോക്ക്. എന്നാലും അശോകേട്ടാ. ഒരെന്നാലും ഇല്ല, നിനക്ക് പുതിയത് വാങ്ങണോ? നമുക്ക് ടൗണിൽ വരെ പോയി നോക്കാം. വേണ്ട വേണ്ട, ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, അവൾ പെട്ടെന്ന് പറഞ്ഞു. നല്ല കാറ്റല്ലേ, എങ്ങും പച്ചപ്പ് മാത്രം, എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ, ഇതാണ് നമ്മുടെ നാടിൻ്റെ ഭംഗി. കണ്ണെത്താ ദൂരം നീണ്ടുകിടക്കുന്ന പുഞ്ചപ്പാടം നോക്കി അശോക് പറഞ്ഞു. ഇതിപ്പോൾ കൊയ്ത്തടുത്തില്ലേട്ടാ, കുറച്ചുകൂടെ മുന്നോടായിരുന്നെങ്കിൽ എന്ത് സൂപ്പറായിരുന്നു. അശോക് പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചു. ഇവിടെ ഒന്ന് വണ്ടി നിർത്ത അശോകേട്ടാ, എനിക്കൊരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ലച്ചു അവൻ്റെ പുറത്ത് തുരു ഇടിച്ചു. ഓ ഡി,
ഞാൻ ഈ വണ്ടി ഒന്ന് നിർത്തട്ടെ. നീ കുറച്ചു മുൻപേ എന്തോ തരാമെന്ന് പറഞ്ഞല്ലോ, അതിനുള്ള ഒരു സ്ഥലം നോക്കുവാ ഞാൻ. അശോക് അതും പറഞ്ഞ് വണ്ടി ഒതുക്കി. അയ്യടാ, ഇയാളുടെ ആഗ്രഹം കൊള്ളാലോ. ഞാനൊന്നും പറഞ്ഞിട്ട് പോലുമില്ല. നീ എന്നോട് പറഞ്ഞു, എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ വിശദീകരിക്കാം, പോരെ? അതൊക്കെ അങ്ങോട്ട് മനസ്സിൽ വെച്ചാൽ മതി. വേണ്ടാത്ത വർത്താനമൊന്നും പറയണ്ട. ലച്ചു ഗൗരവത്തിലാണ്. രണ്ടുപേരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി. എന്നാൽ ശരി, അങ്ങനെ ആവട്ടെ. അവളുടെ നിൽപ്പ് കണ്ടപ്പോൾ അവൻ ചിരിച്ചു പോയിരുന്നു. ഇനി പറ, എന്താ എൻ്റെ പെണ്ണിനോട് പറയാനുള്ളത്? അശോക് അവളുടെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചപ്പോൾ അവൾക്ക് ചെറുതായി നാണം വന്നു. അപ്പോഴേക്കും അവളുടെ മുഖം അരുണ ശോഭയായിരുന്നു. ആരോരും അറിയാതെ ഇത്ര നാൾ നമ്മൾ നമ്മുടെ പ്രണയം ഒളിപ്പിച്ചു വെച്ചില്ലേ? ഇത് ഇത്രയിടം വരെ ആയി. ഇനി മുൻപോട്ട് എങ്ങനെയാവും? ലച്ചു ആ ആലോചനയും മുഴുകി. എന്താവാൻ? നിനക്ക് വിവാഹം ആലോചിക്കുമ്പോൾ ഞാൻ ഈ പറന്നെത്തും, വീട്ടിൽ സംസാരിക്കും, എല്ലാവരെയും കൊണ്ട് സമ്മതിപ്പിക്കും. അത്രയും കാര്യത്തിലാണോ നീ ഇങ്ങനെ ടെൻഷനാകുന്നത്? അവൻ അവളെ സമാധാനിപ്പിച്ചു. അപ്പോഴേക്കും അവൻ്റെ ഫോൺ ശബ്ദിച്ചു. അച്ഛനാണല്ലോ. ഹലോ. ആ അച്ഛാ, ഞാനിപ്പോൾ വരാം. ലച്ചുവിനെ ഒന്ന് വീട്ടിൽ വിടുന്ന താമസമുള്ളൂ. ഇടി വേഗം കയറ്, അച്ഛനാ വിളിച്ചത്, നമുക്ക് പോകാം. എന്നോട് അത്യാവശ്യമായിട്ട് ഓഡിറ്റോറിയത്തിലേക്കൊന്ന് വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞവൻ ഫോൺ കട്ട് ചെയ്തിട്ട് ബൈക്കിൽ കയറി. ശോ, എന്തൊരു കഷ്ടമാണ് നോക്കി. ആറ്റ് നോറ്റിരുന്നൊന്ന് കാണാൻ പറ്റിയത് എന്നാ. അപ്പോഴാണെങ്കിൽ ഒടുക്കത്തെ തിരക്കും. ലച്ചു വിഷമത്തോടെ പറഞ്ഞു. എടി പെണ്ണെ, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ ധർമ്മസങ്കടത്തിലാക്കരുത്. നമ്മുടെ അനിയത്തിക്കുട്ടിയുടെ കല്യാണമായി പോയില്ലേ? അവൻ അവളെ കണ്ണിറക്കി കാണിച്ചു. ഈ താടിയൊന്ന് ഷേവ് ചെയ്യ്, എന്തൊരു കോലാ. ലച്ചു അവനോടായി പറഞ്ഞു. എടി, ഇതിനെന്താ കുഴപ്പം? ഓഫീസിൽ എല്ലാവർക്കും എൻ്റെ ഈ താടിയാണ് ഇഷ്ടം. ഇതൊരു കാരണവശാലും കളയരുതെന്നാണ് പെൺകുട്ടികളെല്ലാവരും എന്നോട് എപ്പോഴും പറയുന്നത്. പെങ്ങളുടെ കല്യാണത്തിന് ആങ്ങള ബൈക്കിൽ നിന്ന് വീണ് കാലൊടിഞ്ഞ് കിടക്കുന്ന കാണണോ? ലച്ചു അവനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ചോദിച്ചു. അയ്യോ, ചതിക്കല്ലേ പൊന്നെ, ആകെയുള്ളൊരു പെങ്ങളാണ്. അവളുടെ വിവാഹം ഒന്ന് നടത്തി കൊടുക്കട്ടെ, അത് കഴിഞ്ഞ് നീ എന്ത് വേണേലും അയക്കൂ. അശോക് അവൻ്റെ ലച്ചുവിനെയും കൂട്ടി വണ്ടി ഓടിച്ച് മുൻപോട്ട് പോയി. തുടരും.